കാർഷിക വാർത്തകൾ. മലയോര മേഖലകളിലെ കർഷകരെ പ്രതിസന്ധിയിലാക്കി കോലിഞ്ചിയുടെ വില കുത്തനെ ഇടിഞ്ഞു. മുൻവർഷങ്ങളിൽ 1000 മുതൽ 1300 വരെ ലഭിച്ചിരുന്ന വിലയ്ക്ക് ഇത്രയും വലിയ ഇടിവ് കർഷകരെ ആശങ്കയിലാഴ്ത്തുകയാണ്. കാട്ടുമൃഗങ്ങളെ നശിപ്പിക്കാത്ത വിള എന്ന നിലയിൽ മലയോര മേഖലകളിൽ വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്ന കോലിഞ്ചി ഇപ്പോൾ കർഷകർക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ്. 3 വർഷത്തെ പരിപാലനത്തിന് ശേഷമാണ് വിളവെടുപ്പ് സാധ്യമാകുന്നത്. വിളവെടുത്ത ശേഷം 2 ആഴ്ചക്കാലം ഉണക്കി പരുവപ്പെടുത്തിയ ശേഷമാണ് വിപണിയിലെത്തിക്കുന്നത്. ഇപ്പോൾ ഒരിട കോലിഞ്ചിക്ക്, അതായത് 11 കിലോയ്ക്ക് ലഭിക്കുന്നത് വെറും 800 രൂപ മാത്രമാണ്. മുൻ വർഷങ്ങളിൽ 1000 മുതൽ 1300 രൂപ വരെ ലഭിച്ചിരുന്ന സാഹചര്യത്തിൽ ഇത് കർഷകർക്ക് വലിയ നഷ്ടമാണ്. കൃഷിയിടങ്ങളിൽ നിന്നും ഇടനിലക്കാർ നേരിട്ട് വാങ്ങി മൊത്ത വ്യാപാരികൾക്ക് നൽകുന്നതാണ് പതിവ്. നാട്ടിൽ വിപണിയില്ലാത്തതിനാൽ വില നിശ്ചയിക്കുന്നത് പലപ്പോഴും ഇടനിലക്കാരാണ്. ചിലർ കോലിഞ്ചി വനവിഭവമാണെന്നും വിൽപ്പന നിയമവിരുദ്ധമാണെന്നും വ്യാജപ്രചരണം നടത്തി കർഷകരെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യവും നിലനിൽക്കുന്നു. ആഗോള വിപണിയിൽ വിലയിടിഞ്ഞതും വിദേശ കയറ്റുമതി കുറഞ്ഞതും വിലയിടിവിന് പ്രധാന കാരണങ്ങളാണ്. മരുന്ന് നിർമ്മാണത്തിലും ദാഹശമനിയായി വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന കോലിഞ്ചിക്ക് ഇന്ത്യയിൽ ആയുർവേദ സിദ്ധ ചികിത്സകളിലും പ്രധാന സ്ഥാനമുണ്ട്. ഇതിനിടെ കർഷകരെ സഹായിക്കാൻ പൊതുമേഖലാ മരുന്ന് നിർമ്മാണ സ്ഥാപനമായ ഔഷധി പദ്ധതിയുമായി എത്തിയെങ്കിലും അത് നടപ്പായില്ല. പ്രതിവർഷം 36 മെട്രിക് ടൺ കോലിഞ്ചി ശേഖരിക്കാനായിരുന്നു പദ്ധതി. അതുപോലെ നാഷണൽ മെഡിസിൻ പ്ലാന്റ് ബോർഡ് മുഖേന സബ്സിഡി നൽകാനുള്ള പദ്ധതിയും പ്രഖ്യാപിച്ചിരുന്നെങ്കിലും കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചില്ല. 1 ഹെക്ടറിന് 21,644 രൂപ സബ്സിഡി നൽകാനായിരുന്നു പദ്ധതി. വിലയിടിവും വിപണി അഭാവവും ചേർന്ന പ്രതിസന്ധിയിൽ കോലിഞ്ചി കർഷകർ അടിയന്തര ഇടപെടലിനായി കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. രാജ്യത്തെ തേയില വ്യവസായത്തിൽ ഗുണനിലവാരവും വിശ്വാസ്യതയും ഉയർത്താനുള്ള വലിയ നീക്കവുമായി ടീ ബോർഡ്. വിതരണ ശൃംഖലയിൽ ട്രേസബിലിറ്റി ഉറപ്പാക്കുകയും ഉപഭോക്താക്കൾക്ക് നിലവാരമുള്ള ചായ ലഭ്യമാക്കുകയും ചെയ്യാൻ ടീ മാർക്ക് എന്ന പുതിയ ഗുണനിലവാര സർട്ടിഫിക്കേഷൻ പദ്ധതി അവതരിപ്പിക്കുന്നു. മെയ് മാസത്തിൽ പദ്ധതി ആരംഭിക്കാനാണ് തീരുമാനം. തേയിലയുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനും വ്യാജവും നിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങളും തടയുന്നതിനുമായി ടീ ബോർഡ് ടീ മാർക്ക് സർട്ടിഫിക്കേഷൻ പദ്ധതി കൊണ്ടുവരുന്നു. നിയന്ത്രണ ഉത്തരവുകളും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. 2003 ടീ മാർക്കറ്റിംഗ് കൺട്രോൾ ഓർഡർ പ്രകാരം രജിസ്റ്റർ ചെയ്ത യോഗ്യരായ നിർമ്മാതാക്കൾക്ക് സ്വമേധയാ ഈ മാർക്ക് ഉപയോഗിക്കാൻ കഴിയും. ഉൽപ്പന്നം റെഗുലേറ്ററി മാനദണ്ഡങ്ങൾ പാലിക്കുന്നതോടൊപ്പം ഗുണനിലവാര ബെഞ്ച് മാർക്കുകളും ഉറപ്പാക്കുന്നതാണ് ടീ മാർക്ക്. മായം ചേർക്കൽ, നിലവാരമില്ലാത്ത ചായകളുമായി കലർത്തൽ, ഉത്ഭവത്തെ തെറ്റായി ചിത്രീകരിക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾ തടയാനാണ് ലക്ഷ്യം. ഡിജിറ്റൽ ട്രേസബിലിറ്റിയിലൂടെ ഉൽപ്പന്നത്തിന്റെ ഉറവിടം മുതൽ ഉപഭോക്താവിലേക്കുള്ള യാത്ര വരെ നിരീക്ഷിക്കും. അംഗീകൃത ലാബുകളിൽ പരിശോധന പൂർത്തിയാക്കിയ ചായകൾക്ക് മാത്രമേ മാർക്ക് നൽകൂ. ലോഗോ ദുരുപയോഗം ചെയ്താൽ കർശന നടപടികളും ഉണ്ടാകും. ടീ മാർക്ക് സർട്ടിഫൈഡ് ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആരംഭിക്കാനും സാധ്യതയുണ്ട്. ലോകത്തിലെ 2ാമത്തെ വലിയ തേയില ഉൽപാദക രാജ്യമായ ഇന്ത്യയിൽ ഗുണമേന്മ ഉറപ്പാക്കാനുള്ള ഈ നീക്കം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.